ബർത്ത്ഡേ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടല്ല ആഘോഷിക്കുന്നത്, നമ്മൾ നേരെ അമ്മയുടെ അടുത്തോട്ട് പോവുകയാണ്. നമ്മളെന്തായാലും നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. വീട്ടിൽ വഴിക്കണ്ണുമായിട്ട് തന്നെ അച്ഛന്താ നിൽക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ അച്ഛന്താ സൗണ്ടൊക്കെ കേട്ട് പുറത്തിറങ്ങി വന്ന് പീലിക്കുട്ടിയെ എടുക്കാനായിട്ടാണ് കേട്ടോ നേരെ പോകുന്നത്. കാരണം അവൾക്ക് വയ്യെന്ന് പറഞ്ഞല്ലോ. പക്ഷേ പീലിക്കുട്ടി കേക്കൊക്കെ കയ്യിൽ വെച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ നടന്നു വരുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടും വന്ന പാടെ തന്നെ അമ്മമ്മയുടെ കയ്യിലോട്ട് ചാടിയിട്ടുണ്ട്. നമ്മുടെ പീലിക്കുട്ടിയും കുഞ്ഞിപ്പെണ്ണും കൂടെ അച്ഛൻ്റെ അടുത്തോട്ടും പോയിട്ടുണ്ട്. അതിന് കാരണം ഈ ഒരു കേക്കാണ്. കേക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അത് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയതാണേ. നമ്മൾ കഴിക്കുന്നത് തന്നെ ചെറിയ രീതിയിൽ അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട്. സമയം ഇപ്പം തന്നെ ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അനിയത്തി തന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നെക്കാളും കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇത്തിരി തിടുക്കം കൂടുതൽ നമ്മുടെ ഈ 2 കുട്ടീസിനാണേ. ഇനിയിപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അവർക്ക് 2 മാത്രമല്ല ഈ എഴയുന്ന ആൾക്കും കയ്യിലിരിക്കുന്ന ആൾക്കും ആയിരിക്കും തിടുക്കം കൂടുതൽ. ഇനി ഇവർ 4 പേരും കേക്കിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കും കേക്ക് കട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ അനിയനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ആഘോഷങ്ങൾക്കും അവന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ കുഞ്ഞു പെണ്ണിന് ആ ഒരു ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവളുടെ നൂലുകെട്ടിന് കൊച്ചയ്ക്ക് നിൽക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ അവനാണെങ്കിൽ ഈ കുഞ്ഞു കുട്ടികളൊന്നും എടുത്തിട്ടില്ലേ. കാരണം അവൻ ഇവിടെ വരുമ്പോഴത്തേക്കും കുഞ്ഞു മക്കൾക്ക് 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ പീലിക്കുട്ടിയും കാണുന്നത് ഏകദേശം 1.5 വയസ്സൊക്കെ ആയപ്പോഴാണ്. നമ്മുടെ കുഞ്ഞു പെണ്ണിനെയാണ് അവൻ ആദ്യമായിട്ട് കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്ന സ്ഥലത്തല്ലല്ലോ അവനുള്ളത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ആഘോഷങ്ങളിലും അവനും കൂടെ കാണുമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ അച്ഛന് കൊടുത്തു, പിന്നെ അമ്മയ്ക്ക് കൊടുത്തു. ഇപ്പോഴൊക്കെ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കുട്ടിക്കാലമാണ് കേട്ടോ ഓർക്കുന്നത്. കാരണം അന്നൊക്കെ ഇങ്ങനെ കേക്ക് കട്ടിങ്ങോ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. കേക്ക് കട്ടിങ്ങും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്നൊക്കെ ആണെങ്കിൽ കുറച്ച് മുട്ടായിയൊക്കെ വാങ്ങി തന്ന് അച്ഛനും അമ്മയും നേരെ സ്കൂളിലോട്ട് പറഞ്ഞു വിടും. അവിടെ പോയി ഫ്രണ്ട്സിനൊക്കെ ഈ മുട്ടായിയൊക്കെ കൊടുക്കുമ്പോഴാണ് നല്ല സന്തോഷം തോന്നുന്നത്. സ്കൂളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വരുമ്പോഴും പഴയതുപോലെയൊക്കെ തന്നെയാണ്, എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ് പോകുന്നത്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നോക്കിയിരിക്കും. കാരണം അച്ഛൻ്റെ കയ്യിൽ 4 ലഡു ഉണ്ടാവും. അതൊക്കെ കഴിച്ചിട്ടാണ് അന്നത്തെ ആ ഒരു സെലിബ്രേഷൻ ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ അമ്മ പായസമൊക്കെ വെച്ച് തരാറുമുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ആഘോഷിച്ച് തുടങ്ങിയത്. 9 വർഷം കൊണ്ട് നമ്മൾ എല്ലാ സെലിബ്രേഷൻസും ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ വലിയമ്മയുടെ മോൻ എൻ്റെ സതീർണം വന്നിട്ട് കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് എന്നെ വിളിച്ചുണർത്തി കട്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അതിൽ 2 റോസാപ്പൂ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൽ ഒരു റോസാപ്പൂ ഞാൻ അപ്പം തന്നെ എടുത്ത് കഴിച്ചു. ഒരു റോസാപ്പൂ നമ്മുടെ ആരൂട്ടിന് വേണമെന്ന് പറഞ്ഞിട്ട് അവനും കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു റോസാപ്പൂ പോയപ്പോൾ അടുത്ത റോസാപ്പൂ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ അനിയത്തി ഗിഫ്റ്റായിട്ട് തന്നതാണ്. നമ്മുടെ 2 കുട്ടീസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തരാനായിട്ട് പറഞ്ഞു. അങ്ങനെ 2 പേരും 2 റോസാപ്പൂ ഇങ്ങനെ തന്നിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു സർപ്രൈസ് ആയി പോയി കേട്ടോ. ഇങ്ങനെ പൂവൊന്നും കിട്ടിയിട്ടില്ലേ, അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. അടുത്ത ഗിഫ്റ്റ് കൊണ്ട് ആളുതാ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ കണ്ടപ്പോൾ ശരിക്കും വീണ്ടും ഞെട്ടിപ്പോയി കേട്ടോ. എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേക്ക് ചേട്ടൻ്റെ വകയും അവളുടെ വകയും പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും വകയായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങി തരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അത് കണ്ടപ്പോൾ ഒത്തിരി ഹാപ്പിയായി. ഞാനാണെങ്കിൽ ഗിഫ്റ്റ് പൊട്ടിക്കുകയും വേണം, എന്നാൽ ആ കേക്കിലോട്ട് ന്യൂസ് പേപ്പർ പറന്ന് വീഴാനും പാടില്ല. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നേ. എനിക്കാണെങ്കിൽ അതൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി എന്നുള്ള അവസ്ഥയായി. അതിനിടയ്ക്ക് അച്ഛനും കൊണ്ടുവന്ന് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും വകയായിട്ട് വീണ്ടും ഒരു ഗിഫ്റ്റ് കിട്ടി. അങ്ങനെ ഞാൻ ഡബിൾ ഹാപ്പിയായി. രാവിലെ മുതലേ സർപ്രൈസിൻ്റെ മേളമായിരുന്നു. വെളുപ്പിനെ 12 മണിക്ക് തുടങ്ങിയ സർപ്രൈസാണ് കേട്ടോ. ഇതുവരെയും സർപ്രൈസ് ഒന്നും തീർന്നില്ല. എന്തായാലും ഇതോടുകൂടി നമ്മുടെ സർപ്രൈസ് എല്ലാം തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം തന്നെ അച്ഛനും അമ്മയും തന്ന ഗിഫ്റ്റാണ് കേട്ടോ പൊട്ടിച്ച് നോക്കിയത്. നല്ലൊരു ഡ്രസ്സായിരുന്നേ. എനിക്ക് ഇങ്ങനത്തെ ടോപ്പൊക്കെ ഇടാനായിട്ട് ഇപ്പം നല്ല ഇഷ്ടമാണ്. ഈ ഒരു മോഡൽ ഡ്രസ്സ് ഞാൻ ഇടയ്ക്കൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അനിയത്തിക്ക് കാര്യം മനസ്സിലായി എനിക്കിത് നല്ല ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് തന്നെ അമ്മയുടെ കൂടെ ഇവളും പോയിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ബോക്സ് പൊട്ടിച്ച് നോക്കിയാലോ. ഇതിനകത്ത് എന്താണെന്നുള്ളത് എനിക്ക് നല്ല ആകാംക്ഷയാണ് കേട്ടോ. കാരണം അവൾ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഇത് തുറന്ന് നോക്കുന്നത്, ഇതിനകത്ത് എന്താണെന്ന് അറിയാനായിട്ട്. ഈ ഒരു ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും മനോഹരമാക്കി തീർക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഗിഫ്റ്റിനേക്കാൾ ഉപരി എന്നെ സന്തോഷിപ്പിച്ചത് ഇവരിങ്ങനെ സർപ്രൈസ് ആയിട്ട് തന്ന കാര്യങ്ങളാണ് കേട്ടോ. വെളുപ്പിനെ 12 മണിക്ക് ചേട്ടൻ സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ പാട്ടൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റ്. അതുപോലെ തന്നെ രാവിലെ ജോലി സ്ഥലത്ത് പോയപ്പോൾ അവിടെ എൻ്റെ ഒരു കൂട്ടുകാരി കാണാൻ വന്നിട്ട് അവൾ തന്ന ഗിഫ്റ്റ്. ഇപ്പോൾ അനിയത്തിയും സർപ്രൈസ് ആയിട്ട് തന്നെ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. ഗിഫ്റ്റിലോ ഗിഫ്റ്റ് എന്താണ് എന്നതിലല്ലല്ലോ കാര്യം,
നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ദിവസം നമ്മുടെ ചുറ്റുമുള്ളവരെ അത്രയും മനോഹരമാക്കി തീർക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് ഹാപ്പി ആവുന്നത്. അതിനകത്ത് ഒരു ഡ്രസ്സായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഞാനാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും കിളിപോയ അവസ്ഥയായിരുന്നു കേട്ടോ. അതിന് മെയിനായിട്ടുള്ള കാരണം അവൾ ഇങ്ങനെ ഒരു ലെറ്റർ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ തന്നെ ശരിക്കും സങ്കടമാണോ സന്തോഷമാണോ എന്നറിയില്ല, കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ദേണ്ടടാ 2 കമ്മൽ, ഒരു ബാങ്കിള്, പിന്നെ ഒരു റിങ് ഉണ്ടായിരുന്നു, ഒരു ക്യൂടെക്സ്, പിന്നെയാണ് കേട്ടോ ഡ്രസ്സ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയത്. ഈ ഒരു ബാങ്കിൾ കാണാനായിട്ട് ശരിക്കും നല്ലൊരു വാച്ച് പോലെ തന്നെ ഉണ്ടായിരുന്നേ. അത് ഞാൻ ഉടനെ തന്നെ കയ്യിലിട്ടു. നമ്മുടെ റിങ് ആണെങ്കിൽ നമ്മുടെ ആരുട്ടനെ എടുത്ത് കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നീട് കാണിക്കാവേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തു. ഡ്രസ്സാണെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചു ടോപ്പായിരിക്കും, പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതല്ല, കുറച്ച് നീളവും വീതിയൊക്കെ ഉണ്ടല്ലോ. ശരിക്കും അടിപൊളി സാധനമായിരുന്നു കേട്ടോ. നല്ലൊരു കഫ്താൻ നൈറ്റി ആയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ശീതൾ അൽസ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ആ കുട്ടി ഇട്ടിരിക്കുന്ന കഫ്താൻ നൈറ്റിയൊക്കെ കണ്ടപ്പോൾ തൊട്ട് ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയതാണ്, ഈ ഒരു നൈറ്റി നല്ല രസമുണ്ട്, എനിക്ക് വാങ്ങണമെന്നുള്ളത്. പക്ഷേങ്കിൽ നമ്മുടെ ഇവിടെയൊന്നും ഇങ്ങനെയുള്ള ഒരു നൈറ്റി ഒന്നും നമുക്ക് കിട്ടിയില്ല. കുറേ അടുത്തൊക്കെ നമ്മൾ ഇവിടെയൊക്കെ നോക്കി, ഞാനും അനിയത്തിയും കൂടിയാണ് പോയി നോക്കുന്നത്, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ഫൈനലി അവൾ തന്നെ എനിക്കത് വാങ്ങി തന്നു. ടോപ്പ് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് അവൾ. പക്ഷേ നൈറ്റി കണ്ടപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു, കഫ്താൻ നൈറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു നൈറ്റിയാണ് എനിക്ക് വാങ്ങിയത്. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ദിവസത്തെ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് അത്രയും നമുക്ക് മൂല്യമുള്ളതായിരിക്കും. എൻ്റെ ഈ സ്പെഷ്യൽ ദിവസത്തിൽ എൻ്റെ കൂടെ നിന്ന് എല്ലാവരും എന്നെ സന്തോഷിപ്പിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. എന്നെ വിഷ് ചെയ്ത് എല്ലാവരോടും ഒത്തിരി സ്നേഹം അറിയിക്കുന്നു. വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുവാണ്. കാരണം സമയം ഒരുപാടായി, ഇനി ഹോസ്പിറ്റലിൽ പോകണം. 2 കുട്ടീസിനെയും ഹോസ്പിറ്റലിൽ കാണിക്കണം. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിലൂടെ കാണാവേ. അപ്പോൾ ഓക്കെ, ബൈ.